ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസിറ്റീവ് ആയിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് ഒരു നമ്മൾ എൻ്റെ പായി പോയി എന്ന് വിചാരിക്കുന്ന റിലേഷൻഷിപ്പാണ്, അത് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു എനർജിയാണ് ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കാർമിക് സിറ്റുവേഷനാണ് ഇതിൽ. ഈ റിലേഷൻഷിപ്പിനകത്ത് കുറേ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ കപ്പ് എന്ന് പറയുന്നത് ഇമോഷനാണ്, അതുകൊണ്ടാണ് നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഈ എൻ്റെ പായി പോയി എന്ന് നമ്മൾ വിചാരിക്കുന്ന റിലേഷൻഷിപ്പുകൾ പതുക്കെ പതുക്കെ എൻ്റെ കാർമിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻ്റെ ആവുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ നമ്മളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇനി ഒരിക്കലും ഇവിടെ ഒരു റീയൂണിയൻ ഉണ്ടാവത്തില്ല, റീയൂണിയൻ ഉണ്ടാവത്തില്ല എന്ന് നമ്മളൊരു പക്ഷേ വിധി എഴുതിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷേ അത് പതുക്കെ പതുക്കെ ആ ഒരു കർമ്മ ഉണ്ടാവുന്നതനുസരിച്ച് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ നമ്മളൊരു ജോബ് ഒക്കെ ഇൻ്റർവ്യൂവിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. പക്ഷേ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തു, നമുക്ക് കിട്ടത്തില്ല എന്നൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ജോബ് ഓഫർ ചിലപ്പോൾ നമുക്ക് വൈകിയാണെങ്കിൽ നമ്മളിലേക്ക് തന്നെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു കാത്തിരുന്ന ഒരു ഓഫർ നമ്മളിലേക്ക് വരുന്നു. കുറേ സമയം എടുത്തിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ ഒരു ഓഫർ നമ്മളിലേക്ക് തിരിച്ചു വരുന്നതാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡ് 4 ഓഫ് വാൺസ് ആണ്. വീണ്ടും ഇത് റീയൂണിയൻ്റെ കാർഡാണ്. ഇതൊരു സോൾമേറ്റ് റീയൂണിയൻ ആണ്, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം റീയൂണിയൻ പോലെയാണ് കാണുന്നത്. മോസ്റ്റ്ലി ഒരു സോൾമേറ്റ് റീയൂണിയൻ ആണ്, സോൾമേറ്റിൻ്റെ ഹോം കമ്മിങ് ആണിത്. ഇവിടെ ശരിക്കും ഇതൊരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ്. ഒന്ന് മീറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു എനർജിയാണ്. പരസ്പരം കാണുക, നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളായിട്ട് കാണാത്ത ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കൂടി കാണുക എന്നുള്ളൊരു എനർജിയാണ് 4 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് 4 ഓഫ് വാൺസ്. അപ്പോൾ ഒരു റീയൂണിയൻ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന എന്നൊരു എനർജി ഉണ്ട്. സോൾമേറ്റ് റീയൂണിയൻ ആണെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളൊരു പാഷനെ ചേസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടത്തില്ലേ, അതാണ് 4 ഓഫ് വാൺസ്. അതായത് നമുക്ക് ഇപ്പം നിങ്ങളൊരു പഠിക്കാനൊക്കെ പോവുകയാണെങ്കിൽ അതിലാദ്യത്തെ പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നതാവാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നതാവാം. അത്തരത്തിലുള്ള ഒരു അച്ചീവ്മെൻറ്റ്, അതായത് നിങ്ങൾ ഏത് പാഷനെയാണോ ചേസ് ചെയ്യുന്നത് ആ പാഷനിൽ നിന്ന് നിങ്ങൾക്കൊരു ബെനിഫിറ്റ്, ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാർഡാണ് 4 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഹോം കമ്മിങ്ങും കൂടിയാണ്. അതായത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളൊരു എനർജിയാണ്, ഹോം കമ്മിങ് ആണ് കേട്ടോ. ഇതാണ് 4 ഓഫ് വാൺസ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഫാമിലി യൂണിയൻ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. പിന്നെ ഇത് ഒരു കല്യാണ നിശ്ചയത്തിലോ കല്യാണത്തിലോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നൊരു എനർജിയും കൂടിയുണ്ട്. അത്തരത്തിലൊരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതാവാനും സാധ്യതയുണ്ട്. ഓക്കെ, 7 ഓഫ് സോഡാണ്. ഇതൊരു ചതിയുടെ കാർഡാണ്. ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരാളെ ചതിക്കാൻ പോകുമ്പോൾ അതേ നാണയത്തിൽ നമ്മൾ ചതിക്കപ്പെടാനും സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരാളെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ കൊല്ലപ്പെടാനും അതേ അളവിൽ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാർഡാണ് ഈ 7 ഓഫ് സോഡ്. അതായത് ഇത് എന്താണെന്ന് വെച്ചാൽ പാസ്റ്റിൽ ചിലപ്പം ഈ പാസ്റ്റ് ലൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അതായത് ഈ ജന്മത്തിലെ പാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് തന്നെ ആയിരിക്കും, മുൻ ജന്മം തന്നെ ആയിരിക്കാം. അവിടെ നിന്ന് നമ്മളൊരാളെ പെയിൻ അനുഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചു വന്ന് നമ്മളെ പെയിൻ അനുഭവിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് സോഡ്സ്. പാസ്റ്റിൽ നിന്ന് ഒരാൾ തിരിച്ചു വരിക എന്നുള്ളതാണ്. പാസ്റ്റിൽ നമ്മളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾ തിരിച്ചു വരിക എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ അങ്ങനൊരു എൻട്രി കാണുന്നുണ്ട്. പാസ്റ്റിൽ നിന്ന് ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ബിക്കോസ് വൺസ് അവർ ചതിച്ചിട്ട് പോയതാണ്. അപ്പോൾ വീണ്ടും അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ അയാൾ ഒരു പക്ഷേ തിരിച്ചു വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മ തീർന്നത് കൊണ്ട് ഒരുപക്ഷെ തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് 7 ഓഫ് സോഡ്സിൻ്റെ എനർജി. എന്തായാലും ഒരു ബിട്രയലിൻ്റെയും ചതിയുടെയും കാർഡാണ്, സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും.
നിങ്ങൾക്കറിയാവുന്ന ആളുകൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം ഈ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുക. പാസ്റ്റിലത്തെ ചതിച്ചിട്ട് പോയിട്ടുള്ളവരാണ്. കാർമിക് സിറ്റുവേഷൻ എൻ്റായിട്ടാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മളൊരു കൈ അകലത്തിൽ നിർത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഡബിൾ കാർഡാണ്. ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ തിരിച്ചു വരുന്ന ആളെ, ഈ 7 of Swords തിരിച്ചു വരുന്ന ആൾ, പക്ഷെ അതൊരു നല്ല എനർജി ആയിട്ടല്ല വരുന്നത്, അതൊരു ഡബിൾ എനർജി തന്നെയാണ്. അപ്പം 7 of Swords ഡബിളും ഒക്കെ അടുത്തടുത്ത് വരുമ്പോൾ അത് നല്ലൊരു എനർജി ആയിട്ട് കാണുന്നില്ല. നിങ്ങൾ ആ ആളുകളെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നിർത്തുന്നതായിരിക്കും നല്ലത്. വല്ലാത്തൊരു ഒബ്സഷൻ, അഡിക്ഷൻ ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അത് ഏത് രീതിയിലുള്ള ഒബ്സഷൻ ആവാനും സാധ്യതയുണ്ട്. അതുപോലെ ഡബിൾ എന്ന് പറയുമ്പം തേർഡ് പാർട്ടി എൻട്രീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു തരം അഡിക്ഷൻ. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തത് ഒരു അഡിക്ഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇയാൾ വരുമ്പോൾ ഇയാളെ വേണ്ടാന്ന് വെക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. കാരണം നിങ്ങൾ അയാളോട് ഓൾറെഡി ഒരു വല്ലാത്തൊരു ബോണ്ട് അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ അയാളോട് ഉള്ളതുകൊണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അഡിക്ഷൻ നിങ്ങളുടെ നിലനിൽപ്പിന് ശരിക്കും നെഗറ്റീവ്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒബ്സഷനേക്കാളും അഡിക്ഷനേക്കാളും ഒക്കെ നമ്മൾ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ആണ് നോക്കേണ്ടത്. സ്വന്തം കാര്യം നോക്കിയിട്ട് മാത്രം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഡബിൾ എനർജി ഉണ്ട് എന്നൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. 9 of Wands ആണ്. ഇതൊരു സഹനം, അതായത് കുറേ സഫർ ചെയ്തതായിരിക്കും. കുറേ സഫർ ചെയ്തതിന് ശേഷം നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ അത് വരുമ്പോൾ ഇനി വീണ്ടും അത് ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. ഇതൊരു തരം പേടിയുടെ കാർഡാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഡബിൾ എന്ന് പറഞ്ഞ ആൾ, അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്നൊരു എൻട്രി ഉണ്ടല്ലോ, ആരോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾ പേടിക്കുന്നില്ലേ, ആ പേടി നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. കാരണം അത് തിരിച്ചു വരുന്നത് നല്ലതായിട്ടായിരിക്കത്തില്ല, നെഗറ്റീവായിട്ടായിരിക്കും എന്നൊരു പേടി നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ബിക്കോസ് ഇവരുടെ ഭാഗത്തുനിന്ന് പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കുന്നത് വീണ്ടും ഒരു അടി വരുമോ എന്നോർത്ത് പേടിച്ച് നമ്മളതിനെ കാവൽ നിൽക്കുന്ന ഒരാളായിട്ടാണ്. നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഒരു ഭടനെ പോലാണിത്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ജീവനും ജീവിതമാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ കാവൽ നിൽക്കുന്നത് പേടിച്ചിട്ടാണ്. കാരണം ഈ ആളുടെ ഭാഗത്തുനിന്ന് മുമ്പ് നമുക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ വീണ്ടും അതുണ്ടാവുമോ എന്നുള്ളൊരു പേടിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ 9 of Wands എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിവൃത്തിയുണ്ടെങ്കിൽ അയാളെ വീണ്ടും എടുക്കാതിരിക്കുക. നെക്സ്റ്റ് 3 of Cups ആണ്. ഇവിടെ ഒരു സെലിബ്രേഷൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും ഒക്കെ കാർഡ് കാണുന്നുണ്ട്. നിങ്ങൾ കൂട്ടുകാരോടൊപ്പം ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ഗെറ്റ് ടുഗതറോ മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പഴയ കൂട്ടുകാരെ കാണുക, അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, ആഘോഷമാക്കുക, അതൊക്കെയാണ് 3 of Cups എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അതൊരു റിലേഷൻഷിപ്പിലൊരു മൂന്നാമതൊരാൾ, നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാളുണ്ടെങ്കിൽ ആ ഒരാളുടെ എൻട്രി ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അത് സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം എന്നാണ് കാണുന്നത് കേട്ടോ. അതാണ് 3 of Cups എന്ന് പറയുന്നത്. King of Swords, ദേഷ്യം, ഒരുതരം ദേഷ്യം. നിങ്ങൾ ചിലപ്പം കട്ട് ആൻഡ് ഡ്രൈവ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ നേരെ പോയ ആളായതുകൊണ്ട് നിങ്ങൾ ഒരു ഇമോഷണലായിട്ട് തീരെ കാര്യങ്ങൾ ചെയ്യില്ല. നിങ്ങൾ വളരെ കട്ട് ആൻഡ് ഡ്രൈവ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾ അതിന് കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷെ അവിടെ ഇമോഷണൽ ലാക്കിങ് ഉള്ളതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അല്ലാതെ പെയിൻഫുൾ ആവുമെന്നാണ് കാണുന്നത്. പിന്നെ ഈഗോ ഹേർട്ട് ആവാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് മാക്സിമം നമ്മൾ വഴക്കുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കിങ് ഓഫ് സോഡ് എന്ന് പറയുന്നത് ഒരുതരം ആവേശപ്പെടുക, എടുത്തു ചാടുക, അതുപോലെ വഴക്കുണ്ടാക്കുക, ഈഗോ ഹേർട്ട് ആവുക, സ്ട്രെയിറ്റ് നേരെ പോ, പിന്നെ ഹെഡ് ഓവർ ഹാർട്ടാണ്. ഒട്ടും ഇമോഷണലായിട്ട് ചിന്തിക്കത്തില്ല, ബ്രെയിൻ വെച്ചിട്ട് മാത്രം ചിന്തിക്കുക. പെട്ടെന്ന് മുറിവുണ്ടാക്കാൻ പറ്റും, ആ ഒരു എനർജിയാണ്. അതുപോലെ തന്നെയാണ് വഴക്കുണ്ടാവാനും അത്രയധികം തന്നെ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. ദെൻ 9 of Swords ആണ്. രാത്രിയിൽ ഉറങ്ങാൻ പറ്റുകയില്ല. ഇത് വളരെ ട്രോമാറ്റിക് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല. പലതരമായ വിചാരങ്ങൾ എന്താകും എന്നുള്ള പേടിയായിരിക്കാം, അല്ലെങ്കിൽ
നമുക്ക് നമ്മുടെ സേഫ് സോൺ വിട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പേടിയുണ്ടല്ലോ, ആ പേടിയെന്നെയാണ് നമ്മൾ പേടിക്കുന്നത്. സേഫ് സോണിൽ നിന്ന് പുറത്തോട്ട് വരാനുള്ളൊരു, അല്ലെങ്കിൽ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരാനുള്ളൊരു പേടിയാണത്. ആ പേടിയിൽ നമ്മൾ പേടിക്കുന്നത് എന്തൊക്കെ സംഭവിക്കാം, പാസ്റ്റിൽ ഇങ്ങനെ കൊണ്ടായതാണല്ലോ എന്ന് പുറത്തോട്ടുള്ളൊരു പേടിയോ വിഷമോ ടെൻഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, രാത്രി പേടിച്ചിട്ടൊക്കെ ഉണ്ടാവും. രാത്രി ചിലപ്പോൾ നിങ്ങൾക്ക് പെയിനുകൾ ഉണ്ടായിട്ട്, ഇപ്പോൾ മാനസികമായിട്ടുള്ള സംഘർഷമായിരിക്കാം, അതല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പനി, ചുമ, ജലദോഷം, പുറം വേദന, ചെവിവേദന, പല്ലുവേദന, അങ്ങനെയൊക്കെയുള്ള ഈ വേദനകൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതുപോലെ ടെൻഷൻ കൊണ്ടായിരിക്കാം, ചിലപ്പം പാസ്റ്റിലത്തെ ഇമോഷണൽ ഔട്ട് ബ്രേക്ക് വരുന്നതായിരിക്കാം. അതുകൊണ്ടൊരു ടെൻഷൻ കൊണ്ട് രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ ഉറങ്ങാത്തത് കൊണ്ട് ഉള്ള ഇമോഷണൽ മൂഡ് സ്വിങ്സ് ഇന്ന് പകലുണ്ടാവാനും സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. എന്തായാലും രാത്രിയിൽ ഉറക്കം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് കാണുന്നത്. ഉറങ്ങാതിരുന്ന് കരഞ്ഞിട്ടുണ്ടാവുക, ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ടാവുക, ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം കാണുന്നുണ്ട്. ഞാൻ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതെന്താണെന്നറിയാമോ? ഇത് ശരിക്കും പണം ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് ഇത് പൈസയ്ക്ക് ആവശ്യമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു എനർജിയാണ്. മാത്രമല്ല ഇത് നിങ്ങളിലേക്ക് വരേണ്ടുന്ന ഒരു പണം എവിടെയോ ഉണ്ട്. അത് FD ആയിരിക്കാം, ചിട്ടി ആയിരിക്കാം, എന്തെങ്കിലും ഒരു പണം, നിങ്ങളുടെ ഒരു പണം എവിടെയോ സുരക്ഷിതമായിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം ഡോക്യുമെൻറ്റുകളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കാം. അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കും. ലോങ് ടേമിലേക്കൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന പണമായിരിക്കാം. ആ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. മാത്രമല്ല ആ പണം കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ പണയം വെക്കാൻ പോകുന്നതായിരിക്കാം, പണയം വെച്ച സാധനം തിരിച്ചെടുക്കുന്നതായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് അങ്ങോട്ട് വെക്കുന്നതോ ഇങ്ങോട്ട് എടുക്കുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജി എന്നാണ് കാണുന്നത്. മോസ്റ്റ്ലി ചുറ്റിയൊക്കെ പിടിച്ച പൈസയൊക്കെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ പിടിച്ചിട്ടു നമ്മുടെ കയ്യിലേക്ക് വന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഇടവേളയിലുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ, കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഷൻ, ആ ഒരു എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എനർജി, വെയിറ്റിംഗ് എനർജിയാണ് കേട്ടോ. ഇത് ചിലപ്പം നിങ്ങളൊരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നതും ആകാം. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അയാളെ നിങ്ങൾ മിസ് ചെയ്യുക, അയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അതൊക്കെയാണ് ആവാൻ സാധ്യതയുണ്ട്. ലവേഴ്സിൻ്റെ എനർജിയാണ് ഇത്. വീണ്ടും ഒരു റീയൂണിയൻ്റെ കാർഡാണ്. പാസ്റ്റിലെ, അതായത് മുൻജന്മങ്ങളിൽ നിങ്ങളുടെ ലവറായിരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിയൂണിയൻ, സോൾമേറ്റ് റിയൂണിയൻ ആവാൻ സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ജന്മമായിരിക്കാം നിങ്ങൾ മുൻപ് പ്രണയിച്ചിരുന്ന ആളുകൾ തമ്മിൽ. ഇത് ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു റിയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫിസിക്കൽ ഒബ്സഷനൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉള്ള പോലെയാണ് കാണുന്നത്. ഇവിടെ ഡബിൾ എനർജി അത് തന്നെ പറയുന്നുണ്ട്. അതുപോലെ 4 ഓഫ് ഹാൻഡ് മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഒരു റിയൂണിയൻ്റെ കാർഡ് ഇവിടെ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അതുപോലെ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനർജി കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് കാത്തിരുന്ന ഒരാൾ തിരിച്ചു വരുന്ന കാണുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി എൻട്രി കാണുന്നുണ്ട് ഇവിടെ. തേർഡ് പാർട്ടീസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മൂന്നാമത്തെ ആൾ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെടാൻ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. എന്തായാലും ഇന്ന് നടക്കുന്ന കാര്യം നടക്കേണ്ടത് തന്നെയാണ്. അത് യൂണിവേഴ്സിൻ്റെ പദ്ധതിയിലുള്ളൊരു കാര്യമാണ്. ജസ്റ്റിസ് ആണ്, നീതി നടപ്പിലാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു കർമ്മയുടെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നീതി ലഭിക്കുന്നതാകാനും സാധ്യതയുണ്ട്. ഈ 7 ഓഫ് സോർഡ് പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ ആളാണ്. ഇയാൾ തിരിച്ചു വന്ന് നിങ്ങളോടൊരു സോറി പറയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നുള്ളതാണ്. അതാണ് ജസ്റ്റിസിൻ്റെ കാർഡ് കാണുന്നത്. അപ്പോൾ ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ അഡിക്ഷൻ, ഒബ്സഷനൊക്കെ ഉള്ളതുപോലെ കാണുന്നുണ്ട്. മാക്സിമം അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഒബ്സഷൻ അല്ല വേണ്ടത്, സെൽഫ് ലവ് ആണ് വേണ്ടത്. ആദ്യം അവനവനെ സ്നേഹിക്കുക, അതിനുശേഷം മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.